ഹായ് ഹലോ. നമ്മളിന്ന് എത്തിയിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഞാനിന്ന് കാണിക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് എല്ലാവർക്കും അവരവർ കാണുന്ന ഭംഗിയുള്ള സ്ഥലങ്ങൾ സ്വർഗമാണെന്നാണ് എല്ലാവരും പറയാറ്. അപ്പം അതേപോലെ ഞാൻ ഇതുവരെ കണ്ടത് വെച്ചിട്ട് സ്വർഗത്തിന് സമാനമായ ഒരു ഭൂമിയിൽ ഞാൻ അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ സ്ഥലം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ വെയിലൊന്നുമില്ല, നല്ല മഞ്ഞ് കൊണ്ട് ഇങ്ങനെ മൂടിക്കിടക്കുകയാണ്. ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു ഒരു 3 മണി 2:30-3 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം സ്ഥലം കേട്ടോ. അടിപൊളി സ്ഥലം ഇതാണ്. ശരിക്കും ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്കൊരു സ്വർഗമായിട്ട് തോന്നിയത്. ഇനിയും സ്ഥലങ്ങൾ എന്തായാലും കാണാനുണ്ട്. അപ്പോൾ ഇതിലും ബെറ്റർ ആയിട്ടുള്ള സ്ഥലങ്ങൾ ചിലപ്പം കണ്ടെന്നിരിക്കും. എന്നാലും ഇപ്പോൾ ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ള സ്ഥലത്തിൽ എനിക്കൊരു സ്വർഗസമാനമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. നിറയെ മരങ്ങളും പച്ചപ്പും, പിന്നെ നിറയെ കോട കണ്ടാൽ തന്നെ മനസ്സിലാകുന്നത് അവിടെയൊക്കെ മൂടിക്കിടക്കുന്നുണ്ടോ. പിന്നെ ഇവരുടെയൊക്കെ ആ വീടിൻ്റെ ഒരു സ്ട്രക്ചറും, പിന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ ദൂരെ കണ്ട കുതിരയാണത്. അപ്പോൾ കുതിര, പശുക്കൾ എല്ലാം ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഇപ്പോൾ ഈ പോകുന്നതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഡെയിലി സമയം കിട്ടുമ്പോൾ നടക്കാൻ പോകുന്ന സ്ഥലമാണ്. മിക്കവാറും വെയിലുണ്ടാവാറുണ്ട്, പക്ഷേ ഇന്ന് എന്തോ വളരെ കൂടുതൽ കോടയുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലാവും. പണ്ട് പറയാറില്ലേ, പ്രകൃതി നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് വിരുന്നുകൾ ഒരുക്കിയിട്ടുണ്ടാവും, പക്ഷേ നമ്മളത് എങ്ങനെ ആസ്വദിക്കുന്നു എന്നതിലാണ് പ്രധാനം. അപ്പോൾ ആ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന എനിക്ക് സംസാരിക്കുമ്പോൾ മറ്റേ മൂക്കിൽ നമ്മുടെ മുഖത്തോട്ട് തണുത്ത കാറ്റടിച്ചിട്ട് കുറച്ച് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നമുണ്ട്. എല്ലാവരോടും അതിന് സോറി ചോദിക്കുന്നു. ഇതാണ് ഭൂമിയിലെ സ്വർഗത്തിൻ്റെ കവാടം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടെ. കാരണം ഞാൻ മിക്കവാറും നടക്കാനൊക്കെ വരുന്നൊരു സ്ഥലമാണ്. പക്ഷെ ഇപ്പോഴത്തെക്കാട്ടിലും ബ്യൂട്ടി എപ്പോഴാണെന്നറിയാമോ? വെയിലുള്ള സമയത്താണ്. അപ്പോൾ ഇവിടെ നിന്നിങ്ങനെ ആ മല കണ്ടോ? ആ മലയിൽ നിന്നിങ്ങനെ സൂര്യൻ്റെ പ്രകാശം ഇവിടെ വന്ന് ഈ സെൻറ്റർ കണ്ടോ? ഈ സെൻറ്ററിൽ വന്ന് അടിക്കും. അപ്പോഴെന്താ ഭംഗിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ഭംഗിയാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ വിൻ്ററൊക്കെ ആയതുകൊണ്ട് തന്നെ അതിനത്ര വലിയ എനിക്ക് തോന്നുന്നില്ല ഫോട്ടോയിൽ എത്രമാത്രം മനോഹാരിത തോന്നുന്നു. പക്ഷേ സമ്മറൊക്കെ ആകുമ്പോഴത്തേക്കിനും കാണാൻ പൊളിയാണ്. നല്ല പച്ചപ്പിൻ്റെ ദൈർഘ്യമൊക്കെ കൂടുതലും. പിന്നെ ഇതുണ്ട്, കോടയുടെ പ്രശ്നമാണ്, കൂടുതൽ കോടയുണ്ട്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ടോ, അവിടെയാണ് ഈ ട്രാക്ടർ കണ്ടോ, ആരുടെയോ. അപ്പോൾ ഇവിടെ കൃഷി സ്ഥലങ്ങളാണ് മിക്ക ആൾക്കാരുടെയും. അപ്പോൾ അവരുടെ ട്രാക്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാണാൻ തന്നെ ഒരു ഭയങ്കര രസമാണ്. ഞാനിങ്ങനെ ഇവിടെ നടക്കാൻ വരും. അവിടെ നിന്ന് ഇങ്ങനെ താഴെക്കൂടെ പോയി കഴിഞ്ഞാൽ വേറൊരു വില്ലേജാണ്. മുകളിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. അതും കുറച്ചിങ്ങനെ ഉയർന്നൊരു മലയാണ്. അപ്പോൾ പക്ഷേ ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ തണുത്ത കാറ്റാണ്. അതാണ് മെയിനായിട്ടൊരു വില്ലൻ. നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു വില്ലനാണത്. അപ്പോൾ ഇത് കുറേ നാളുകൾക്ക് ശേഷമുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു വീഡിയോ ആയിട്ട് മാത്രം ഇടുന്നതാണ്. നമുക്ക് തുടർന്ന് സമയം കിട്ടുന്ന സമയത്ത് ഞാൻ എന്തായാലും നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. ഇതെനിക്കൊരു ഹോബി, എൻ്റെ ഹോബികളിൽ ഒന്നായിട്ട് മാത്രമാണ് ഞാനിങ്ങനെ വീഡിയോസ് ഇടുന്നത്. ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അങ്ങനെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ വേണം അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമല്ല. ജസ്റ്റ് ഇത് ചുമ്മാ ഒരു ഹോബി എന്നുള്ള രീതിയിൽ മാത്രം ഇടുന്നതാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ, നമസ്കാരം.